തെറ്റായ പ്രവണതകൾ അത് ഒരു കാരണവശാലും ഒരു പാർട്ടി പ്രവർത്തകന്റെ ഭാഗത്തും ഉണ്ടാവാൻ പാടില്ലാത്തതാണ്. അങ്ങനെ ഏതെങ്കിലും ഒന്ന് ശ്രദ്ധയിൽപ്പെട്ടാൽ ഞങ്ങൾ കർശനമായ നിലപാട് എല്ലാ കാലത്തും അതിനോട് സ്വീകരിച്ചിട്ടുണ്ട്. വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. പഴയ കാലത്തും പാർട്ടിയുടെ നിലപാട് അതാണ്, ഇപ്പോഴും അതാണ്, നാളെയും അതാണ് പാർട്ടിയുടെ നിലപാട്. നിങ്ങൾ ഈ ഉന്നയിച്ച കാര്യങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് യാതൊരു അറിവുമില്ല. അറിവില്ലാത്ത കാര്യങ്ങൾ ഒന്ന് അറിവില്ലാത്ത കാര്യങ്ങൾ വേറെ എന്ത് എന്റെ അറിവിലില്ല. വെറുതെ എന്തെങ്കിലും നിങ്ങൾ കോലാഹലം ഉണ്ടാക്കുക, ഞങ്ങൾ ഇങ്ങനെ കെട്ടിപ്പുറപ്പെട്ട് ഇതിന്റെ പിന്നാലെ നടക്കുന്ന കൂട്ടരാണോ? നിങ്ങൾക്ക് ആരോപണം ഉണ്ടോ? വ്യക്തമായിട്ട് തന്നേക്കൂ, എഴുതി തന്നേക്കൂ, ഞങ്ങൾ പരിശോധിക്കും. പോരെ? ശരി. PSC അംഗത്വത്തിന് കോഴ വാങ്ങിയെന്ന ആരോപണത്തിൽ അതിൽ വ്യക്തമായിട്ടുള്ള അറിവില്ല എന്നുള്ള കാര്യം ഉൾപ്പെടെയാണ് ഇപ്പോൾ കോഴിക്കോട് ജില്ലാ സെക്രട്ടറി P. മോഹനൻ പറയുന്നത്. സംഭവത്തെക്കുറിച്ച് പാർട്ടിക്ക് അറിവില്ല എന്നുള്ള തരത്തിലുള്ള പ്രതികരണമാണ് ഇപ്പോൾ അദ്ദേഹത്തിന്റെ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ട്. ആരെങ്കിലും പരാതി നൽകിയാൽ അത് അന്വേഷിക്കുമെന്നുള്ള കാര്യവും അദ്ദേഹം പറയുന്നു. PSC അംഗത്വത്തിനായി കോഴ വാങ്ങിയെന്ന ആരോപണത്തിൽ പ്രമോദ് കോട്ടൂളിൽ നിന്ന് വിശദീകരണം തേടുമെന്നുള്ള വാർത്തയും വരുന്നുണ്ട്. PSC മെമ്പർ സ്ഥാനം വാഗ്ദാനം ചെയ്ത് 22 ലക്ഷം രൂപ കൈപ്പറ്റിയെന്നതാണ് ആരോപണം. അതേസമയം കോഴ വിവാദം ചർച്ച ചെയ്യാൻ ചേർന്ന CPM കോഴിക്കോട് ജില്ലാ കമ്മിറ്റി സെക്രട്ടേറിയറ്റ് യോഗം അവസാനിച്ചു. അതിനുശേഷമുള്ള CPM സെക്രട്ടറിയുടെ പ്രതികരണമാണ് നമ്മൾ കേട്ടത്. CK വിജയൻ വിവരങ്ങൾ നൽകും. CK, പ്രമോദ് കോട്ടൂളിൽ നിന്ന് വിശദീകരണം തേടുമെന്നുള്ള വാർത്തയ്ക്ക് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു സംഭവത്തെ പറ്റി അറിവേ ഇല്ല, എന്തെങ്കിലും ഉണ്ടെങ്കിൽ നടപടിയെടുക്കുമെന്നൊരു പ്രതികരണം മോഹൻ മാഷിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. എന്താണ് CPM കോഴിക്കോട് ജില്ലാ ഘടകം ഈ വിഷയത്തിലെടുക്കുന്ന നിലപാട്? മോഹൻ മാസ്റ്റർ പറഞ്ഞത് പാർട്ടിയുടെ സംഘടനാ രീതിയാണ്. സ്വാഭാവികമായും ഒരു മാധ്യമ പ്രവർത്തകർ പാർട്ടിയുടെ അച്ചടക്ക നടപടികൾ സംബന്ധിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു കാരണവശാലും അങ്ങനെ എന്തെങ്കിലും സംഭവമുണ്ട് എന്ന് ഒരു നേതാവും പറയാറില്ല. അതിനെ ആ രീതിയിൽ മാത്രം കണ്ടാൽ മതി. അതായത് വസ്തുത അദ്ദേഹം മാധ്യമങ്ങൾക്ക് മുന്നിൽ ഇപ്പോൾ പറഞ്ഞതല്ല എന്നർത്ഥം. ഇന്ന് രാവിലെ ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗം ചേർന്നു. ഈ യോഗത്തിൽ പ്രമോദ് കോട്ടൂളിയിൽ നിന്ന് വിശദീകരണം തേടി. ഒരു പാർട്ടി സഖാവിൽ നിന്ന് വിശദീകരണം തേടുന്നതിൻ്റെ സംഘടനാ രീതി അദ്ദേഹത്തിനെതിരെ നടപടിയെടുക്കാൻ വേണ്ടി പോകുന്നു. നടപടിയെടുക്കാതിരിക്കാൻ ഏതെങ്കിലും രീതിയിൽ വിശദീകരണം നൽകാനുണ്ടെങ്കിൽ ആ വിശദീകരണം നൽകാനുള്ള സമയമാണ് അദ്ദേഹത്തിന്, അതായത് പ്രമോദ് കോട്ടൂളിക്ക് അനുവദിക്കുന്നത്. അധിക സമയം വൈകാതെ കോഴിക്കോട് ടൗൺ ഏരിയ കമ്മിറ്റി യോഗം ചേരും. ആ യോഗത്തിൽ ജില്ലാ സെക്രട്ടേറിയറ്റ് എടുത്ത നടപടി റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യും. ആ റിപ്പോർട്ടിങ്ങിൽ പ്രമോദ് കോട്ടൂളി ഉൾപ്പെടെയുള്ള ആൾക്കാർക്ക് മുന്നിലായിരിക്കും ആ റിപ്പോർട്ടിംഗ് നടത്തുക. സ്വാഭാവികമായും ഇത്തരത്തിൽ മാധ്യമങ്ങളിൽ വന്ന കാര്യം തെറ്റാണെങ്കിൽ ഇതിനു മുൻപ് തന്നെ CPMന്റെ ഉന്നത നേതാക്കന്മാർ ഇടപെട്ട് അത് തള്ളിക്കളയണമായിരുന്നു. ഇപ്പോൾ ഇതുവരെയായിട്ടും ഈ വിവാദം വന്ന് ഇന്നിപ്പോൾ 3ാമത്തെ ദിവസം കഴിയാൻ വേണ്ടി പോകുന്നു. എന്നിട്ട് പോലും ഈ വിവാദം ഇല്ലാത്തതാണ് എന്ന് ഇതുവരെ പറഞ്ഞിട്ടില്ല. പക്ഷേ ഇപ്പോൾ സംഘടനാ നടപടിയുടെ ഭാഗമായി എന്ന് വേണം കരുതാൻ. മോഹൻ മാസ്റ്റർ പറയുന്നത് അങ്ങനെ ഒരു സംഭവമേ ഇല്ല, എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല, പെട്ടിട്ടുണ്ടെങ്കിൽ നടപടിയെടുക്കും, ഇന്നെടുക്കും, നാളെയും അങ്ങനെയായിരിക്കും രീതി, ഇതിനു മുൻപും എടുത്തിട്ടുണ്ട് എന്ന് അദ്ദേഹം ഇങ്ങനെ പരത്തി പറയുകയാണ്. മാത്രമല്ല, നിങ്ങൾക്കാർക്കെങ്കിലും, അതായത് മാധ്യമപ്രവർത്തകർക്ക് ആർക്കെങ്കിലും പരാതി ഉണ്ടെങ്കിൽ അതുകൂടെ തന്നേക്കൂ, അതും ഞങ്ങൾ പരിശോധിക്കും എന്നാണ്. ഏതായാലും പരാതി പാർട്ടിക്ക് മുന്നിൽ എത്തിയിട്ടുണ്ട്. ആ പരാതി സംബന്ധിച്ച് ഇന്ന് ജില്ലാ സെക്രട്ടേറിയറ്റ് ചർച്ച ചെയ്തിട്ടുണ്ട്. ആ ചർച്ചയിൽ പ്രമോദ് കോട്ടൂളിയോട് നടപടിയെടുക്കാതിരിക്കാൻ കാരണങ്ങൾ വല്ലതും ബോധ്യപ്പെടുത്താനുണ്ടെങ്കിൽ അല്ലെങ്കിൽ വിശദീകരണങ്ങൾ വല്ലതുമുണ്ടെങ്കിൽ അറിയിക്കാനാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഇത് നമ്മൾ നേരത്തെ റിപ്പോർട്ട് ചെയ്തതുപോലെ തന്നെ അധികം വൈകാതെ ഏരിയ കമ്മിറ്റി യോഗം ചേരും. ആ ഏരിയ കമ്മിറ്റിയിൽ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യും. ഇതായിരിക്കും സ്വാഭാവികമായി. അതിനുശേഷം ഒരു പക്ഷേ പ്രമോദ് കോട്ടൂളിയുടെ വിശദീകരണം തൃപ്തികരമല്ല എങ്കിൽ അത് ജില്ലാ കമ്മിറ്റി യോഗം ചേരുകയും അതിനുശേഷം അത് നടപടിയായി പ്രഖ്യാപിക്കുകയും ചെയ്യും.